ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. एक हाय बोलो. मेरा दिल है तेरी पनाहों में, आ छुपा लूं तुझे मैं बाहों में. आहा, तेरी तस्वीर है निगाहों में, दूर तक रोशनी है राहों में. कल अगर न रोशनी के काफिले हुए, प्यार के 1000 दीप हैं जले हुए. देखा एक ख्वाब तो ये सिलसिले हुए, दूर तक निगाह. ഐഫോൺ 30 അപ്പോൾ നമ്മൾ പിള്ളേരുടെ കൂടെ വന്നതാണ്. പിള്ളേരെല്ലാം നല്ല നല്ല മിടുക്കര് പിള്ളേർ അല്ലേ, സ്മാർട്ട് ബോയ്സ്. ശ്രീനഗറിലെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൃഷ്ണ ധാബ എന്ന് പറഞ്ഞ് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ പനീർ മസാല ദോശ അല്ല പനീർ ദോശ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ചൂട് പനീർ ദോശ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചമ്മന്തി അതുപോലെ സാമ്പാർ കൂട്ടിയൊരു പിടുത്തം പിടിക്കാം. നല്ല ടേസ്റ്റുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ വെള്ള കളറിലുള്ള ഇതാണ് പനീർ. പിന്നെ മുരിങ്ങയ്ക്കൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് കൂട്ട് കഷ്ണങ്ങളും ഒക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ നല്ലതാണ്. തേങ്ങാ ചമ്മന്തി നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു സെപ്പറേറ്റ് ടേസ്റ്റാണ്. ഇതാണ് മാർക്കറ്റ്. ഉണർന്നു വരുന്നേ ഉള്ളൂ. ഇതൊരു മാർക്കറ്റിൻ്റെ ഒരു വശമാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉള്ള സ്റ്റേഷനറി ആയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള കടകളുടെ ബസാറാണ്. അതായത് ഈ വീട്ടു സാധനങ്ങൾ അതുപോലെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണർന്നു വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം നല്ല കാശ്മീരി ഒരു ഫേൻ, അവരുടെ തനതായിട്ടുള്ളൊരു വസ്ത്രമുണ്ടല്ലോ, അത് മേടിക്കണം. ഞാനിപ്പോൾ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടം പടി കാശ്മീർ ഡ്രസ്സ് കിട്ടിയാണ്. എവിടെ തിരിഞ്ഞാലും അവർക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതെ, പിന്നെ കടകളിലൊക്കെ ആൾക്കാർ സ്ത്രീകൾ കുറവാണ്. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ കണ്ടില്ല ആരെ. അതിൻ്റെ തുണി മാത്രമേ കിട്ടത്തുള്ളെന്ന് ഇപ്പം ആ ചേട്ടൻ പറഞ്ഞു. അപ്പം നമ്മൾ ബട്ട്മാലു എന്ന് പറഞ്ഞ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണേ. കിഴങ്ങ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനെ കയറിയിട്ടുണ്ട്. അതായത് ലാൽ ചൗക്കിൻ്റെ അവിടെ നിന്ന് ബട്ട്മാലു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. ഇപ്പോൾ 8 രൂപയുള്ളൂ, 8 രൂപ എന്നാണ് പറഞ്ഞത്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് സാധാരണ ഓർഡിനറി ബസ് പോലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര വിലക്കുറവാണ്. 10, 20, 30 ആ രൂപയ്ക്ക് നമുക്ക് കിലോമീറ്ററുകളോളം പോകാം. ഇപ്പം അധികം കിലോമീറ്റർ അല്ല പോകുന്നത്, എങ്കിലും വേറെ സ്ഥലങ്ങളിലേക്കും പോകാം കേട്ടോ. ഇപ്പോൾ സമയം 12:30ആണ്. നമ്മൾ ബട്ട്മാലു എന്ന് പറഞ്ഞ അടുത്ത ഒരു എന്താ പറയുക, അടുത്തൊരു ചെറിയൊരു നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒറ്റ വേറെ പുറത്തുനിന്നുള്ളവരെ കാണുന്നില്ല. എല്ലാം ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ.
ഞാൻ ക്യാമറ നേരെ തിരിച്ചു പിടിക്കാത്തത് ചിലപ്പോൾ ആൾക്കാർക്ക് എടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടായി വരും, അതുകൊണ്ടാണ് തിരിച്ചു പിടിച്ച് കാണിക്കുന്നത്. അപ്പം ഇങ്ങനൊരു അകത്തൂടെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ മേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. ബട്ട്മാലു വലിയ മാർക്കറ്റ്, ഞാൻ പുറത്തുനിന്ന് കണ്ട പോലെയല്ല, അകത്തോട്ടിങ്ങനെ കടകളാണ്. തണുപ്പാണ് ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ, ഒരു പ്രത്യേക ഫീലാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ബീഫ്, ഇതുകൊണ്ടോ നല്ല ബീഫാണിത്. ഇത് ഇസ്കാ कश्मीरी बाज मारिस्ता വാരിസ്ത എന്ന് പറഞ്ഞ ഒരു ഇതാണ്. മട്ടണേ ആ ये कश्मीरी गोश्ताबा बोलते हैं इसको। हाँ कश्मीर കാശ്മീരി സ്പെഷ്യൽ है। हाँ कश्मीरी बाज कबाब कबाब। जी आपका नाम? मंजूर। मंसूर। मंसूर क्या है? मंसूर का मैं केरला से आए हैं, मेरा ब्लॉग था, केरला से आए हैं। एक हाई केरला अपना बंदा है। हाँ केरला कोटयम पे है। एक हाई बोलो मंसूर। हाय। हाँ और ये कश्मीरी वाजवान है। हाँ गर्मी में ज़्यादा अच्छा है। തണുപ്പത്ത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്, ഗരം സമയത്ത് കഴിക്കാൻ നല്ല ഇതാണെന്നാണ് പറയുന്നത്. ജി മാം ചലത്തെ ടീക്ക് ഹൈ, താങ്ക് യു. ഇപ്പം കണ്ട ആഹാരം നല്ല വൃത്തിക്ക് നന്നായിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ നീ എന്താടാ ഇതൊന്നും കഴിക്കാത്ത? ഇതൊക്കെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ടേസ്റ്റൊക്കെ അറിയണ്ടേടാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെജിറ്റേറിയനാണ്, അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല സാധനമാണ്, അത് നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കുന്നത്. അറിയില്ല, നിങ്ങൾ വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ട്രൈ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ വേറൊരു ലോകത്തോട്ട് വന്ന പോലാണ് അടുത്ത മാർക്കറ്റ്. ഇപ്പം ഞാൻ അകത്തൊരു മാർക്കറ്റ് കണ്ടു, 650 രൂപയ്ക്ക് ഒരെണ്ണം നല്ലത് കണ്ടു. പക്ഷെ വെളിയിലൊന്നും അധികം കാണുന്നില്ല. ചിലപ്പോൾ ഈ തണുപ്പ് കാലം ആകാൻ വരുമ്പം മറ്റേ ജാക്കറ്റിൻ്റെ ഒക്കെ സെയിലായിരിക്കും കൂടുതൽ വരുന്നത്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇട്ട് നോക്കിയിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ല ഇവിടെ നിന്നാണ് ഫാൻ എടുത്തത്. ഹായ് പോലോ, ഹായ് പോലോ, ഹായ്. ഇതേ എനിക്ക് 400 രൂപയ്ക്ക് തന്നു. 400 മിലേഗാ. താങ്ക് യു. ചോട്ടാ വീഡിയോ ബന്ധായ. ഇത് നമ്മുടെ ബയ്യാജിയാണ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷൂ ഇങ്ങനെ പോലെ കിട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടിത്തരികയാണ്. एक हाय बोलो, मेरा व्लॉग था है. एक हाय बोलो इधर देखो. हाय. അയ്യോ, ഇപ്പം ഷൂ ഒരു 100 രൂപയ്ക്ക് കെട്ടി, 10 രൂപയും കൂടെ എക്സ്ട്രാ ചേട്ടന് കൊടുത്തു, നന്നായിട്ട് കെട്ടി. പിന്നെ ഇനിയിപ്പോൾ 1 മണിയായി, ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് പോകേണ്ട സ്ഥലങ്ങളൊന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നല്ല കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോഴി, കണ്ടോ, സ്പൈസസ് എല്ലാം കിട്ടും. അതുകൊണ്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ പോവാണ്. ഇവിടെ നല്ല മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ സ്പൈസസ് ഒക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ, മല ഉള്ള പോലെ അല്ലേ. ഇതാണ് കേട്ടോ ഒരു സ്പൈസി കട, ഇതാണ് കേട്ടോ. ഇവിടെ എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം, അതും ഹെവി ക്വാളിറ്റി. അതിൻ്റെ ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി. जी आपका नाम क्या है जी? मोहम्मद फैज। हाँ मैं केरला से आया है, मेरा ब्लॉग है। एक हाय बोलो जी। हाय। കേരള വാലോം കോ കുച്ച് പോലോ. ഈ മാർക്കറ്റിൻ്റെ ഇവിടെ ആയിട്ടാണ് കേട്ടോ. കാശ്മീരി മുളകെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടല്ലേ ഉള്ളൂ. അവിടെ കണ്ട താറാവും ഒക്കെ ഉണ്ട് കേട്ടോ, കോഴി. എന്നാൽ കഴിയുന്ന വിധം ശ്രീനഗറിലെ നഗര ജീവിതം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
ഇത് പോത്തിന്റെ കാലാണ്. ഇവിടെ തൊട്ട് അങ്ങേയറ്റം വരെ കണ്ണിന്റെ ഒരു പരിധി വരെ ഇത് കാശ്മീരി ഹാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും അധികം ആൾക്കാരില്ല. അപ്പം നമുക്ക് സന്ധ്യാനേരത്തും ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നല്ല ഒരു ശാന്തതയുണ്ട്. ക്രാഫ്റ്റ് മ്യൂസിയം ആണിത്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഇവിടെ എല്ലാ ആളുകളും വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, അതുപോലെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ശാന്തത ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ പാലത്തിന് അക്കരെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേറെ ഏതോ രാജ്യത്തെ പോലെയാണ് കെട്ടിടങ്ങൾ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷനുള്ള സമയമാണിപ്പോൾ. ടെൻഷനല്ല, അതായത് നമുക്ക് വേറെ എത്രയും ദൂരം വന്ന് എൻ്റെ ഏറ്റവും ടെൻഷനുള്ള മുഹൂർത്തമാണ് ഇപ്പം. ഞാൻ കയറിയ ബസ്സേ മുഴുവൻ ഇപ്പോൾ ഇവിടുത്തെ സ്കൂൾ വിട്ടപ്പം ഇതുപോലെ ഗേൾസ് കുറേ പേര് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങും എന്നുള്ള ഇപ്പം ആലോചിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. നിറച്ച ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റിയില്ല, പരിചയമില്ലാത്ത സ്ഥലമാണ്. അടി എവിടെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്തിട്ട് വരാവേ. എൻ്റെ പുറയത്തെ വണ്ടി ക്യൂ കാണാമോന്ന് അറിയത്തില്ല. അത്രയും ക്യൂ നമ്മൾ തരണം ചെയ്തിട്ടോ. നമ്മുടെ പയ്യ സ്പെഷ്യൽ കാശ്മീരി എന്താണ് ഉണ്ടാക്കുന്നത്? बिरयानी चिकन स्पेशल काश्मीरी स्पेशल बिरयानी. और मलयाली वालों को क्या बोलते हैं? इधर आओ और खाया और टेस्ट करो. तमिल वालों को മലയാളി വാളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേ എന്താണ് കേരളത്തിൽ നിന്ന് ഇവിടെ കാശ്മീർ വരുവാണെങ്കിൽ ഇതാ ഈ ഡാൽ ലേക്കിൻ്റെ ഇവിടെയാണ് ഡാൽ ലേക്കിൻ്റെ അവിടെ തുടക്കം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബയ്യയുടെ കടയുണ്ട്, അവിടെ വന്ന് കഴിക്കുക അല്ലേ. സ്പെഷ്യൽ കാശ്മീരി ചിക്കൻ ബിരിയാണിയാണ്. ടൈം എടുത്ത് ഉണ്ടാക്കുന്നതാണ്. മസാല വെക്കുന്നതിന് മുമ്പാണെന്നാണ് പറഞ്ഞത്. നമ്മൾ രാത്രിയിൽ ഇവിടെ വന്നതാണ്. ഇപ്പം നമുക്കിവിടെ ബയ്യ നമുക്ക് നല്ല വെജ് മൊമോസ് ഇപ്പം ഉണ്ടാക്കി തരികയാണ്. 60 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെജ് മൊമോസ് കഴിക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSc, അതായത് മാസ്റ്റർ ഓഫ് സയൻസ് എടുക്കുന്നുണ്ട് EVS. നല്ല മൊമോസ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കരണ്ട് കെട്ടാന്ന് തോന്നുന്നു. ഇത് നല്ല രസമായിരുന്നു, കുറവെല്ലാം കാണാൻ. കഴിച്ചു നോക്കാം. സ്പെഷ്യൽ മുളക് സോസാണ് തോന്നുന്നത്. വെറൈറ്റി ടേസ്റ്റ്. ലെഗിൻ്റെ സൈഡിൽ ഇങ്ങനെ പിന്നെ കുറേ വ്യൂ ഒക്കെ കണ്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്തൊരു ടേസ്റ്റ്. കൊഴുക്കട്ടയ്ക്കകത്തൊക്കെ മറ്റേ ഫില്ലിങ്സ്
മസാലയൊക്കെ വെച്ച ഒരു നല്ല ടേസ്റ്റ്. അയ്യോ അവസാനം കൊണ്ട് കളഞ്ഞല്ലോ എന്ന് പറയുന്നത്. ഞാൻ മറ്റേതായിട്ട് സിമിലറായിട്ട് കണക്ട് ആയത് അതുമായിട്ടാണ്. ഷൗക്കത്ത് ഭയ്യ ഉണ്ട് ഇവിടെ അടുത്ത്. ജി ആപ്കാ ഹമാരാ ഏജ് കാ ഉസ്കോ लिए एक മോട്ടിവേഷൻ ഇദ്ദേഹം പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. यूथ को एक मोटिवेशन वैसे ही तो ये है मेरी तरफ से कि इंसान जितना मेहनत किसी चीज़ में करेगा तो वो बिल्कुल आगे जाएगा. 1 2 3 4 साल लगेंगे, 5 साल लगेंगे तो उसका रिज़ल्ट ज़रूर मिलेगा. चाहे वो कुछ भी काम करता हो, अगर वो मेहनत से करेगा तो कहीं किसी भी लेवल पे पहुंच सकता है वो. और व्हाट इज द इंस्पिरेशन इन योर लाइफ? इंस्पिरेशन क्या बताएं, मतलब काम करना अच्छा लगता है, किसी की हेल्प करना अच्छा लगता है. ताकि मेहनत करूँगा मैं तो किसी की हेल्प भी कर पाऊँगा. ഇപ്പോൾ വലിയൊരു സന്ദേശമാണ്, വലിയൊരു പാഠമാണ് ഷൗക്കത്ത് ഭയ്യ. ഐ ആം സേയിങ് ദാറ്റ് യു ആർ എ ലെസൺ, यू आर ए ह्यूज चैप्टर फॉर ऑडियंस. या बहुत ही शुक्रिया हमारे ऑडियंस के साथ. पूरा विश എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും, पूरा विश और प्रेयर्स with you. Just move forward and all the best for your future endeavor career. Okay ji. അച്ഛൻ സമയം 8:43 ആയിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ല എപ്പോഴും അപ്പം എന്ന് പറയുന്നതല്ലേ. ഇനി റൂമിലോട്ട് പോവാണ്. ഒരു 3 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. 3 4 സംതിങ് ഉണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ലൈറ്റൊക്കെ തുടങ്ങുമ്പോൾ പക്കാ വ്യൂവാ, പക്കാ വൈബാ വൈകുന്നേരം. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് ഓഫ് ആവും. അതുപോലെ ബസാറൊക്കെ ഒരു 6:30 കഴിഞ്ഞൊരു 7:30 ടൈമുണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴേ ക്ലോസ് ആകും. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ വന്നിട്ട് ഇത് 4ാം ദിവസമാണ്. പിന്നെ വേറെ ഒന്നുമില്ല. നാളത്തെ വീഡിയോയിൽ ഗുൽമർഗ് എന്ന് പറഞ്ഞ അതിമനോഹരമായൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് നാളത്തെ വീഡിയോ. ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ യാത്ര, ഒരു 10-12 മിനിറ്റിൻ്റെ വീഡിയോ. എല്ലാ വട്ടവും നമ്മൾ പറയണ പോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. പക്ഷേ നമ്മുടെ യാത്രയോ കാഴ്ചകളോ ഒന്നും ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ഗൈസ്.